ജല അതോറിറ്റിയുടെ കീഴിൽ കുപ്പിവെള്ള കമ്പനി തുടങ്ങുവാനുള്ള പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ മലങ്കര ഡാമിനോട് ചേർന്നാണ് കുപ്പിവെള്ള കമ്പനി തുടങ്ങുക. 10.25 കോടി രൂപയുടെ മുതൽ മുടക്കിൽ ആരംഭിക്കുന്ന കേരള ഇറിഗേഷൻ ഡെവലപ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ പൂർണ്ണമായും പൊതുമേഖലയിലായിരിക്കും പ്രവർത്തിക്കുക. വളരെ കുറഞ്ഞ വിലയ്ക്ക് പൊതുജനങ്ങൾക്ക് കുപ്പിവെള്ളം ലഭ്യമാക്കാൻ കമ്പനിക്ക് സാധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. നിലവിലെ ബജറ്റിൽ നിക്ഷേപങ്ങൾക്ക് എന്ന ശീർഷകത്തിൽ അനുവദിച്ച തുകയിൽ നിന്നാണ് 10.25 കോടി രൂപ നൽകുക. ഇതിൽ 9.86 കോടി ഉടൻ തന്നെ നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷിതവും ശുചിത്വമുള്ളതുമായ കുപ്പിവെള്ളം മിതമായ നിരക്കിൽ സംസ്ഥാനത്ത് ലഭ്യമാക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. കേരളത്തിൽ ദിവസം 8 ലക്ഷം ലിറ്റർ കുപ്പിവെള്ളം വിൽക്കുന്നുണ്ടെന്നാണ് കണക്ക്. 60 കോടി രൂപയാണ് ഈ രംഗത്തെ വിറ്റുവരവ്. ഇതിൽ ഏറെയും വലിയ വിലയ്ക്ക് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ബ്രാൻഡുകളാണ്. സിയാൻ മോഡൽ കുപ്പിവെള്ള വിതരണത്തിന് കമ്പനി കൊണ്ടുവരാനായിരുന്നു സർക്കാരിന്റെ ആദ്യ പദ്ധതി. ഇത് അവതരിപ്പിച്ചപ്പോൾ ജല അതോറിറ്റി തന്നെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുകയാണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നിർഭാഗ്യകരമായ വിവാദമാണ് അന്നുണ്ടാക്കിയത്. ഈ ആരോപണങ്ങൾ ഒഴിവാക്കിയാണ് ഇപ്പോൾ സർക്കാർ മേഖലയിൽ കുപ്പിവെള്ള നിർമ്മാണ വിതരണത്തിന് കമ്പനി രൂപീകരിക്കുന്നത്. മലങ്കരയിലെ പ്ലാന്റിൽ മണിക്കൂറിൽ 900 ലിറ്റർ വെള്ളം ശുദ്ധീകരിച്ച് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.